അമേരിക്ക സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ത്യൻ ചരക്കു നീക്കം അതീവ പ്രതിസന്ധിയിലായി. ഏകദേശം 10,000 കോടി രൂപ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി പോയ 27 ഇന്ത്യൻ കപ്പലുകളാണ് നിലവിൽ നടുക്കടലിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇറാൻ ഔദ്യോഗികമായി പാത അടച്ചതായും ഇതിനോടകം 6 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഈ അടിയന്തര സാഹചര്യം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഉടനടി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കത്തയച്ചു. ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായെന്നും തലനാരിഴയ്ക്കാണ് കപ്പൽ രക്ഷപ്പെട്ടതെന്നും അസോസിയേഷൻ കത്തിൽ ചൂണ്ടിക്കാട്ടി. കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ ഇസ്രായേൽ അധികൃതരുമായി നയതന്ത്ര ചർച്ചകൾ നടത്തണമെന്നാണ് കപ്പൽ ഉടമകളുടെ പ്രധാന ആവശ്യം. പ്രധാനപ്പെട്ട ഊർജ്ജ ചരക്കുകൾ കയറ്റാനായി ചില ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസിന് തെക്ക് കാത്തുനിൽക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയായതിനാൽ ഇറാന്റെ ഈ നീക്കം ആഗോള ഊർജ്ജ വിപണിയെ അസ്ഥിരപ്പെടുത്തിയേക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറക്കുമതി ചെയ്യുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ ഏതാണ്ട് 85% ഈ പാതയിലൂടെയാണ് വരുന്നത്. അതിനാൽ തന്നെ ഹോർമുസ് കടലിടുക്കിലെ തടസ്സം ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയെയും സാമ്പത്തിക ഭദ്രതയെയും വരും ദിവസങ്ങളിൽ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ആഗോളതലത്തിൽ നിലവിലുള്ള ലോജിസ്റ്റിക്സ് ശൃംഖലകളെ ശത്രുത ഇതിനകം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻസ് പ്രസിഡന്റ് SC റാൽഹാൻ പറഞ്ഞു. വ്യോമപാതകളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കടലിലൂടെയും പ്രധാന ഗൾഫ് കടലിടുക്കുകളിലൂടെയുമുള്ള സമുദ്ര വ്യാപാരം വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വത്തെ അഭിമുഖീകരിക്കുന്നു. വഴിതിരിച്ചുവിടലുകൾ നീണ്ടുനിന്നാൽ കയറ്റുമതി കൂടുതൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി വഴിതിരിച്ചുവിടേണ്ടി വന്നേക്കാം. ഇത് യൂറോപ്പിനും അമേരിക്കയ്ക്കും ഗതാഗത സമയം 15 മുതൽ 20 ദിവസം കൂടി വർദ്ധിപ്പിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. നീണ്ടു നിൽക്കുന്ന തടസ്സങ്ങൾ ചരക്ക് നിരക്കുകളും സമുദ്ര ഇൻഷുറൻസ് പ്രീമിയങ്ങളും വർദ്ധിപ്പിക്കുമെന്നും ഇത് വ്യാപാര ചെലവുകൾ വർദ്ധിപ്പിക്കുമെന്നും കയറ്റുമതിക്കാർ മുന്നറിയിപ്പ് നൽകി. ഷിപ്പിംഗ് ശേഷി, ബദൽ റൂട്ടുകൾ, പുതുക്കിയ ഇൻഷുറൻസ്, ചരക്ക് നിരക്കുകൾ എന്നിവയെക്കുറിച്ച് വ്യക്തത ലഭിക്കാൻ കുറച്ച് ദിവസം എടുക്കുമെന്ന് വ്യവസായ പ്രതിനിധികൾ പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാന വിപണികളിലേക്കുള്ള കയറ്റുമതിയുടെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന പ്രധാന സമുദ്ര ഇടനാഴികൾ പശ്ചിമേഷ്യയിലുണ്ട്. യുഎസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $86.5 ബില്യൺ, യൂറോപ്പിലേക്കുള്ളത് 98% $4 ബില്യൺ, പശ്ചിമേഷ്യയിലേക്ക് $58.8 ബില്യൺ. ഇന്ത്യയുടെ വ്യാപാര കയറ്റുമതിയുടെ ഏകദേശം 56% ഈ പ്രദേശങ്ങളിൽ നിന്നാണ്. 2023-25 ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടെ ഷിപ്പിംഗ് ലൈനുകൾ ചെങ്കടൽ വഴിയുള്ള വഴി ഒഴിവാക്കുകയും ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി കപ്പലുകൾ വഴിതിരിച്ചുവിടുകയും ചെയ്തതിനാൽ ചരക്ക് നിരക്കുകൾ കുത്തനെ ഉയർന്നു. ഇത് ഇന്ത്യക്കും പാശ്ചാത്യ വിപണികൾക്കും ഇടയിലുള്ള ഗതാഗത സമയം 15 മുതൽ 20 ദിവസം വരെ വർദ്ധിപ്പിച്ചു. മുൻ എപ്പിസോഡിൽ നിന്ന് വ്യത്യസ്തമായി നിലവിലെ സാഹചര്യം കൂടുതൽ വിശാലമായി കാണപ്പെടുന്നുണ്ടെന്നും പിരിമുറുക്കങ്ങൾ തുടരുകയാണെങ്കിൽ കൂടുതൽ ആഴത്തിലുള്ള അപകട സാധ്യതകൾ സൃഷ്ടിച്ചേക്കാമെന്നും വ്യവസായ പ്രമുഖർ പറഞ്ഞു. പ്രധാന ഷിപ്പിംഗ് ലൈനുകൾ സാധാരണയായി എല്ലാ മാസത്തിന്റെയും തുടക്കത്തിൽ ചരക്ക് നിരക്കുകൾ പരിഷ്കരിക്കാറുണ്ട്. പുതിയ നിരക്കുകൾ തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2022 തുടക്കത്തിൽ നിരക്കുകൾ ചുരുങ്ങുകയായിരുന്നുവെന്നും കയറ്റുമതിക്കാർ പറഞ്ഞു. കയറ്റുമതിക്കാരിൽ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുന്നതിന് അധിക നയ പിന്തുണയോ വ്യാപാര സൗകര്യ നടപടികൾ ആവശ്യമുണ്ടോ എന്ന് തിങ്കളാഴ്ചത്തെ യോഗത്തിന്റെ ഫലം നിർണ്ണയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.